വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷന്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല, അപ്പം ഞാനിത് സെക്കൻഡ് പാർട്ട് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ രാത്രി മുത്തിലേക്ക് കത്തിച്ച് കഴിഞ്ഞ് കിടന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ പിറ്റേ ദിവസം ക്രിസ്മസ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പം അത് കഴിഞ്ഞ് ഫുഡടി കഴിഞ്ഞ് ഉച്ചയ്ക്കും ഫുഡടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങോട്ട് വരൽ കുറവാണ്. ഇവിടെ കിടക്കാൻ മാത്രമായിട്ട് വരും. ഫുഡടിയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും, ഇങ്ങോട്ട് വരും. പിള്ളേർക്ക് ഇവിടെ കളിക്കാനാണ് ഇഷ്ടം. ഇവിടെ കുറച്ച് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങോട്ട് വരും, കിടക്കാൻ ഇങ്ങോട്ട് വരും, കഴിക്കാൻ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മാളിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് ആയതുകൊണ്ട് കുറച്ച് നല്ല ഫോട്ടോസ് വേണമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫോൺ പുതിയതായതുകൊണ്ട് അതിൽ സ്ലോ മോഷനും അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തരുന്നുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം എൻ്റെ ഡ്യൂട്ടിയാണ്. ഇതിപ്പോൾ ഏട്ടന് പുതിയ ഫോണായതുകൊണ്ട് ആൾക്ക് പരീക്ഷിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരാറില്ല കേട്ടോ. ഇതിപ്പോൾ പുതിയ ഫോണായതുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തത് കേക്ക് കട്ടിങ് ആണ്. പിള്ളേർ ബർത്ത്ഡേ കഴിഞ്ഞാൽ പിന്നെ കേക്ക് കട്ട് ചെയ്യാനാണല്ലോ അക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും വേഗം ഫോട്ടോ ഒക്കെ നിർത്ത്, വേഗം കട്ട് ചെയ്യാൻ പറഞ്ഞ് ക്ഷമ നശിച്ചു. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മള് അപ്പുറത്തേക്ക് തിരിഞ്ഞേ. മതിയോ? ആച്ചിക്കടതാ ഇതായിരുന്നു നമ്മളുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ. അത് നീത് ഉണ്ടാക്കിയതാ, അനീതി ഉണ്ടാക്കിയതാ. അവള് ഹോം ബേക്കറാണ്. കൊടുക്കുന്നുണ്ട്, കേക്ക് കൊടുക്കുന്നുണ്ട്. ബേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, ഒന്ന് കയറി നോക്കട്ടോ. ഇൻസ്റ്റ ഉള്ളവരൊക്കെ ആണെങ്കിൽ ബേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കണം. കോട്ടയത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു കേട്ടോ. അടിപൊളി കേക്കാണ് നീതിൻ്റെ. ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റാണ് കേട്ടോ. പിള്ളേർക്ക് പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആണല്ലോ വേണ്ടത്. ഗിഫ്റ്റിന്റെ പിരമിഡാ. നെക്സ്റ്റ് ഗിഫ്റ്റ് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അൺബോക്സിങ് ആണല്ലോ. അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അവർ
അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഒരു ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാൻ വേണ്ടി പോവാണേ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ എവിടെ പോണേ? ഫ്ലവർ ഷോ. കോട്ടയം നാഗമ്പടത്തെ ഫ്ലവർ ഷോ. അത് കഴിഞ്ഞ് നിന്റെ ഒപ്പീനിയൻ ആണോ? കോട്ടയം നാഗമ്പടത്തായിരുന്നു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. കുറച്ച് ക്രിസ്മസിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചധികം ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോണ ദിവസം ഭയങ്കര മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ആകെ ചെളി പിളിയായിട്ട് കിടക്കുമായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്ലാൻസ് ആയിരുന്നു കൂടുതൽ കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ പ്ലാൻസ് ആയിരുന്നു. പിന്നെ സെയിലും ഉണ്ടാവുമല്ലോ, പുറത്തായിട്ട് സെയിലും നടക്കുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ. അപ്പോൾ എനിക്ക് കുറേ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. റബ്ബർ പ്ലാന്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സൈപ്രസ് എൻ്റെ കേടായിപ്പോയി, അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം നല്ല വിലക്കുറവുണ്ടായിരുന്നു, വാങ്ങിക്കായിരുന്നു. പക്ഷെ കൊണ്ടുപോകാനായിട്ടും പറഞ്ഞു കാറിൽ വെക്കാൻ ഒരു തരി പോലും ഗ്യാപ്പില്ലടി, വലിയ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെറിയൊരു അഡീനിയം മാത്രം അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ അദ്ദേഹം അത് വാങ്ങാലോ എന്ന് വിചാരിച്ചു ചെറിയൊരു അഡീനിയം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തുനിന്നാണല്ലോ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി തപ്പി തോറ്റു. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാം അടവാണ്. പിന്നെ അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു. സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകര നമ്മളിതാ പോകുന്നേ, നമ്മൾ പോകുന്നേ, നമ്മൾ പോകുന്നേ. അങ്ങനെ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് നമ്മൾ തൃശ്ശൂർക്ക് എത്തി കേട്ടോ. തൃശ്ശൂർക്ക് പിന്നെ അധികം ദിവസം തൃശ്ശൂർ നിൽക്കാൻ പറ്റിയില്ല. ആകെ 2 ദിവസം, ഇന്ന് വന്ന് നാളെ പോയി, അങ്ങനെയാണ്. ആകെ ഒരാഴ്ചയല്ലേ നമുക്ക് ക്രിസ്മസിന് അവധിയുള്ളൂ. അപ്പോൾ തൃശ്ശൂർ വരലും നിൽക്കലൊന്നും നടക്കില്ല, ഒറ്റ ദിവസം കൊണ്ട് കാര്യം തീരും. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ബോണ്ടത്താല ഉണ്ടായിരുന്നു, 27th ബോണ്ടത്താല. തൃശ്ശൂർ എല്ലാവർക്കും അറിയാമായിരിക്കും, കുറേ പാപ്പന്മാരിങ്ങനെ കൂടിയിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കസിൻസിൻ്റെ മക്കളുണ്ടായിരുന്നു, ഷിയും ഷിയോണ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇവരൊന്നും കണ്ടിട്ടില്ല, മക്കളൊക്കെ നമ്മളൊന്നും ബോണ്ടത്താലി കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ദിവസത്തിന് വന്നതാണ് കേട്ടോ തൃശ്ശൂർക്ക്. അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് വരായിരുന്നു. അപ്പം ഇതും കൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സമയത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ പരിപാടി 5 മണിക്ക് ആയപ്പോൾ തുടങ്ങി. ഞങ്ങൾ എത്താൻ കുറച്ചും കൂടെ ഒരു 6 മണി 7 മണിക്ക് ആയിട്ടോ. നേരത്തെ വന്നിട്ട് കാര്യമൊന്നുമില്ല, ഡാൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് കാണാമെന്നേ ഉള്ളൂ. അപ്പോൾ രസം എന്തായിരുന്നു വെച്ചാൽ നമ്മളിത് കാണാൻ വേണ്ടി വടക്കുന്നാഥൻ്റെ റൗണ്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആ റൗണ്ടിലാണ് പരിപാടി ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രസം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ അന്ന് തിരുവാതിരയും കൂടെ ആയിരുന്നു 27th. അപ്പോൾ അമ്പലത്തിൽ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ തിരുവാതിരയും നടക്കുന്നുണ്ട്, റൗണ്ടിലാണെങ്കിൽ ബോണ്ടത്താലി നടക്കുന്നുണ്ട്. അങ്ങനെ മതമൈത്രി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. തിരുവാതിര ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് ബോണ്ടത്താലയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പാവറട്ടി പള്ളിയാണ് ഇടാവുക. അപ്പോൾ അവരുടെ ടീംസൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം നടന്നിട്ട് അപ്പുറത്തേക്ക് കാണാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണേ. ഒരുവിധം എല്ലാം കണ്ടു കേട്ടോ. കുറേ ടാബ്ലോസ് ഉണ്ടാവും. ബോണ്ടത്താല ഇങ്ങനെ 10,000-ൽ കൂടുതൽ പാപ്പന്മാരുണ്ടായിരുന്നു ഇപ്രാവശ്യം, ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓരോ പള്ളിയിൽ നിന്ന് ഓരോ ടാബ്ലോ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോകും. തൃശ്ശൂരുള്ളവർക്കൊക്കെ ഒരുവിധം അറിയുന്ന സംഭവമാണ്, പുറമേ ഉള്ളവർക്ക് ഇതൊരു കൗതുകമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ പള്ളികളിലും ഉണ്ട് ഇങ്ങനെ ബോണ്ടത്താല്, ഓരോ ടാബ്ലോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ നിന്ന ഏരിയ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ഞങ്ങളുടെ പാവറട്ടി പള്ളിക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷിയോടെ ഞങ്ങളെ കണ്ടുവിട്ടു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ ഓടി വന്നേ. ഞങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് വേഗം വരെ വിട്ടു. ടീം പോയി കഴിഞ്ഞാൽ പിന്നെ തെറ്റിപ്പോകുമല്ലോ, അപ്പോൾ വേഗം ഓടിപ്പോയി. അപ്പം അങ്ങനെ ബോണ്ടത്താലേക്ക് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ കോട്ടയത്തേക്ക് തിരിച്ചു വന്നു. തൃശ്ശൂർ അധികം ദിവസം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിലാണെന്ന് കേട്ടോ. ഞങ്ങൾ ന്യൂ ഇയറൊക്കെ മുന്നേ അങ്ങോട്ട് ആഘോഷിച്ചു. കാരണം ന്യൂ ഇയറിന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അത് കാരണം ന്യൂ ഇയറിൻ്റെ അന്ന് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ തലേ ദിവസം
30-ാം തീയതി ഞങ്ങള് പടക്കൊക്കെ പൊട്ടിച്ച് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ടാണ് തിരിച്ചത് കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഇനി വ്ളോഗ് ഇതോടുകൂടി തീർന്നു കേട്ടോ. ഇനി നമുക്ക് കണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വർഷം മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.